അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ തസ്കിയയിലെ ഒന്നാമത്തെ പാഠമാണ്. അഊദു ബി റബ്ബിൽ ഫലഖ് എന്നുള്ള പാഠമാണ് ഒന്നാമത്തെ പാഠം. ഈ ഒരു പാഠത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ് എന്ന സൂറത്തിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ. ആ സൂറത്ത്, അതിൻ്റെ അർത്ഥം, അതുപോലെ അതിൻ്റെ മഹത്വം, അതുപോലെ അതിൻ്റെ ഗുണങ്ങൾ, അതുപോലെ ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ് എന്ന സൂറത്ത് ഇറങ്ങാനുണ്ടായ സന്ദർഭം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിൽ പറയണത്. പാഠത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ളത് ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ് എന്നുള്ള സൂറത്ത് മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമുക്കൊന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ഖുർആൻ ഓതാനാണെങ്കിൽ ഖുർആൻ ഓതാൻ ആരംഭിക്കുന്നു, ഭക്ഷണം കഴിക്കാനാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്നു. ഈ രൂപത്തിലാണ് അതിൻ്റെ അർത്ഥം വരിക. ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ് എന്ന് പറഞ്ഞാൽ, ഖുൽ എന്ന് പറഞ്ഞാൽ നബിയെ അങ്ങ് പറയുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നബിയെ അങ്ങ് പറയുക, പ്രഭാതത്തിൻ്റെ നാഥനോട് ഞാൻ കാവലിനെ തേടുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാവൽ തേടാൻ വേണ്ടി പറഞ്ഞ ഒരു സൂറത്താണത്. അപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട്. നമുക്കത് ശേഷം നോക്കാം കേട്ടോ. മിൻ ശർരി മാ ഖലഖ് എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹു സൃഷ്ടിച്ച എല്ലാ സാധനങ്ങളുടെയും ദ്രോഹത്തിൽ നിന്ന് ഞാൻ കാവലിനെ തേടുന്നു എന്നർത്ഥം കേട്ടോ. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ഇരുൾ മുറ്റിയ രാത്രിയുടെ ഷർറിൽ നിന്നും. അപ്പോൾ രാത്രി ഇരുട്ടായാൽ അവിടെ ഉണ്ടാവുന്ന ദ്രോഹങ്ങളിൽ നിന്നൊക്കെ ഞാൻ കാവലിനെ തേടുന്നു. വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ദ്രോഹങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നു? കാവലിനെ തേടുന്നു. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ പ്രകടിപ്പിച്ചാലുണ്ടാവുന്ന ദ്രോഹങ്ങളിൽ നിന്നും കാവലിനെ തേടുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് കാവൽ നേടാൻ വേണ്ടിയാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. അപ്പം ഈ സൂറത്തിൻ്റെ പ്രതിഫലങ്ങളും മഹത്വങ്ങളൊക്കെ ശേഷം പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ കൂടി നമുക്ക് നോക്കാം. മകാനു ഹാദിഹി സൂറ, ഈ സൂറത്തിൻ്റെ സ്ഥാനം, ഈ സൂറത്തിൻ്റെ മഹത്വം എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയണത്. സൂറത്തുൽ ഫലക്ക് ഇഹ്ദാ മുഅവ്വിദത്തൈനി. മുഅവ്വിദത്തൈനി എന്ന് പറഞ്ഞാൽ കാവൽ തേടുന്ന 2 സൂറത്തുകൾ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ 2 സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണെന്ത്? സൂറത്തുൽ ഫലക്ക്. കാവൽ തേടുന്ന 2 സൂറത്തുകളുണ്ട്, അവയിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫലക്ക് എന്നത്. വഹിയ മിമ്മ തുത്ലബു ഖിറാഅത്തുഹ സബാഹൻ വ മസാഹൻ. സബാഹൻ വ മസാഹൻ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും. പ്രഭാതം, പ്രദോഷം എന്നിങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ സബാഹൻ വ മസാഹൻ, പ്രഭാതത്തിലും പ്രദോഷത്തിലും ഈ സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. വദുബ്രുൽ മക്തൂബാത്തിൽ ഖംസി, 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. വൈന്ദൽ ഈവാ ഇലൽ ഫിറാഷ്, കിടന്നുറങ്ങാൻ പോകുന്ന സമയത്തും വിരിപ്പിലേക്ക് ചായുന്ന സമയം എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങുന്ന സമയത്ത്, രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ അതിന് മുമ്പായിട്ട് ഈ സൂറത്തുകൾ ഓതൽ സുന്നത്തുണ്ട്. വൈന്ദർ റുഖിയത്തി, നമ്മൾ മന്ത്രിക്കുക അല്ലേ, ഒരുപാട് മന്ത്രിക്കുന്ന ആളുകളാണ്. നമ്മൾ മന്ത്രിക്കുന്ന സമയത്തൊക്കെ ഓതലും ഈ സൂറത്തുകൾ ഓതൽ സുന്നത്തുണ്ട്. എന്തിനൊക്കെയാണ് മന്ത്രിക്കുന്ന സമയത്ത്? മിന സിഹർ ഉണ്ടായാൽ നമ്മൾ മന്ത്രിക്കും. അസുമ്മ്, നമുക്ക് വിഷം കയറിയാൽ നമ്മൾ എന്ത് ചെയ്യും? മന്ത്രിക്കും. സക്കം, അസുഖങ്ങളുണ്ടായാൽ മന്ത്രിക്കും. വല്ല ഐൻ, കണ്ണേറ് പറ്റിയാൽ മന്ത്രിക്കും. ഇങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ മന്ത്രിക്കാറുണ്ട്. ഇങ്ങനെ മന്ത്രിക്കുന്ന സമയത്തൊക്കെ ഈ സൂറത്തുകൾ ഓതൽ സുന്നത്തുണ്ട്. അപ്പം ഏതൊക്കെ കാര്യങ്ങൾക്കാണ് മന്ത്രിക്കുക എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്താ പറഞ്ഞത്? ലി ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു, ആ പേര് നമ്മൾ പ്രത്യേകം പഠിച്ചു വെക്കുക. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ ഉഖബത്തു തഅവദ് ബിഹിമ, ഈ 2 സൂറത്തുകൾ കൊണ്ട് ഓ ഉഖബത്തെ അങ്ങ് എന്ത് ചെയ്യണം? കാവൽ തേടണം എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് സൂറത്ത്? ബിൽ ഫലക്കി വന്നാസി, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, അവസാനത്തെ 2 സൂറത്തുകളിലെ ഈ 2 സൂറത്തുകൾ കൊണ്ട് നീ എന്ത് ചെയ്യണം? കാവൽ തേടണം. ഫമാ തഅവ്വദ മുതഅവ്വിദുൻ ബിമിസ്ലിഹ, ഈ സൂറത്തുകൾ കൊണ്ട് ഒരാളും ഈ സൂറത്തിനെ പോലത്തെ ഒരു കാര്യം കൊണ്ട് കാവൽ തേടിയിട്ടില്ല. അപ്പം കാവൽ തേടാൻ ഏറ്റവും ബന്ധപ്പെട്ട 2 സൂറത്തുകളാണ് ഈ സൂറത്തുകൾ. ഇതുപോലത്തെ ഒന്നുകൊണ്ട് ഒരാളും ഇതുവരെ കാവൽ തേടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്രക്കും മഹത്വമുള്ള, കാവൽ തേടാൻ അത്രക്കും മഹത്വമുള്ള സൂറത്തുകളാണ്
ഈ സൂറത്തുകൾ എന്നർത്ഥം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇഹ്ദാ മുഅവ്വിദത്തൈനില്ല. മുഅവ്വിദത്തൈനി എന്ന് പറഞ്ഞാൽ കാവൽ തേടുന്ന 2 സൂറത്തുകൾ. ഈ 2 സൂറത്തുകൾ അതൊക്കെയാണ് ഫലക്കും നാസുമാണ് കേട്ടോ. ആ കാര്യം മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്തത് പറയണത് കാലത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ആവാ ഇലാ ഫിറാഷിഹി കുല്ല ലൈലത്തിൻ ജമഅ കഫൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നുറങ്ങുന്ന സമയത്ത്, വിരിപ്പിലേക്ക് പോകുന്ന സമയത്ത് എല്ലാ ദിവസവും എന്ത് ചെയ്യും? ജമഅ കഫൈഹി 2 കൈകളും കൂട്ടിപ്പിടിച്ച് എന്ത് ചെയ്യും? ഫഖറ ഫീഹ ഖുൽ ഹുവല്ലാഹു അഹദ് വ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അവസാനത്തെ 3 സൂറത്തുകൾ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നീ സൂറത്തുകൾ ഓതിയിട്ട് എന്ത് ചെയ്യും? കൈകളിലേക്ക് ഊതും. സുമ്മ മസഹ ബിഹിമാ മസ്തതാ മിൻ ജസദിഹി, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും, കൈയെത്തുന്ന എല്ലാ ഭാഗത്തും അതുകൊണ്ട് തടവും. എങ്ങനെയാണ് തടവുക? യബ്ദൗ ബിഹിമ ആല റഅസി, ആദ്യം തുടങ്ങുന്നത് റഅസ്, തല മുതലാണ് തുടങ്ങുക. വബി വജിഹി വമാ അഖ്ബല മിൻ ജസദിഹി, രണ്ടാമത് തലയെ തടവിയതിന് ശേഷം പിന്നെ മുഖം തടവും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ശരീരത്തിൽ നിന്ന് എത്തുന്ന എല്ലാ ഭാഗവും, അഥവാ വമാ അഖ്ബല മിൻ ജസദിഹി, ശരീരത്തിൻ്റെ മുൻഭാഗങ്ങളെല്ലാം എന്ത് ചെയ്യും? തടവും. അത് കഴിഞ്ഞിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും തടവും. ഈ രൂപത്തിലാണ് തടവുന്നത്. അപ്പോൾ ആ രൂപം നമ്മൾ മനസ്സിലാക്കി വെക്കുക. യഫ്ആലു ദാലിക സലാസ മറാത്ത്, ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യും. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ആ കാര്യം മനസ്സിലാക്കി വെക്കുക. അത് നമ്മൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യട്ടോ. അത് കഴിഞ്ഞിട്ട് പറയണത് നുസൂലു ഹാദിഹി സൂറ, ഈ സൂറത്ത് ഇറങ്ങാനുണ്ടായ കാരണം, ഈ സൂറത്തിൻ്റെ അവതരണം അല്ലെങ്കിൽ അവതരണ പശ്ചാത്തലം എന്നൊക്കെ പറയും. എന്താണ്? കാന ലബീദ് ബിൻ ആസം അസ്ഹർ അൽ യഹൂദ്, യഹൂദികളിൽ ഏറ്റവും സിഹിർ ചെയ്യുന്ന ആൾ, അസ്ഹർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിഹിർ ചെയ്യുന്ന ആളാണ് ലബീദ് ബിൻ ആസം എന്ന് പറഞ്ഞ ആൾ. ആ പേര് പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കുക, ലബീദ് ബിൻ ആസം. അങ്ങനെ യഹൂദികളിലെ നേതാക്കന്മാർ അമറ റുഅസാഉഹും ഫി മുഹറമിൻ സനത്ത 7 മിനൽ ഹിജ്റ, ഹിജ്റയുടെ 7-ാം വർഷം മുഹറം മാസത്തിൽ യഹൂദികളുടെ നേതാക്കന്മാർ ഈ ലബീദ് ബിൻ ആസം എന്ന ആളോട് കൽപ്പിച്ചു. എന്താ കൽപ്പിക്കുന്നത്? അൻ യസ്ഹർ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. ഫൈനഹും സഹറുഹു, ഈ റുഅസാ അതായത് ഈ നേതാക്കന്മാർ ഒരുപാട് സിഹർ ചെയ്തിട്ട് അതൊന്നും ഫലിച്ചിട്ടില്ല. ഫൈനഹും സഹറുഹു ഫലം യുഅസ്സിറു ഫീഹി ഷൈഅൻ, അവർ ഒരുപാട് സിഹർ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വാധീനം ചെലുത്തിയിരുന്നില്ല, അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റിരുന്നില്ല. അപ്പോൾ അവരിൽ ഏറ്റവും സിഹർ ചെയ്യുന്ന ആളായ അദ്ദേഹത്തെ പോയി ഏൽപ്പിക്കാനാണ് യഹൂദികളുടെ നേതാക്കന്മാർ എന്ത് തീരുമാനിച്ചത്. അങ്ങനെ അവർ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. വജഅലൂ ലഹു അലാ ദാലിക സലാസത ദനാനീറ, എന്നിട്ട് അതിന് അദ്ദേഹത്തിന് കൂലിയായിട്ട് 3 ദിനാർ കൊടുക്കാമെന്നും ഏറ്റു. എങ്ങനത്തെ എന്ത് ചെയ്തു? ഫതവല്ലാഹു ലബീദുൻ വബനാത്തുഹുൻ നഫാസാത്തു ഫിൽ നുഖദ്, നുഖദ് കെട്ടുകളിൽ ഓതുന്നതായ അവ ലബീദിൻ്റെ മക്കളും എന്ത് ചെയ്തു? ലബീദും കൂടെ അത് ഏറ്റെടുത്തു, സിഹർ ചെയ്യാമെന്ന് ഏറ്റെടുത്തു. ഫസഹർ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്തു. ഫി വതരിൻ ബിഹി 11 മുഖ്ദത്തൻ, 11 കെട്ടുകളിൽ ഒരു നൂല്, ഒരു കയറിൽ എന്ത് ചെയ്തു? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹർ ചെയ്തു. കമാ അന്നഹു ജഅല മിന ശംഇ സൂറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഈ കയറിൽ മാത്രമല്ല, അതിന് ശേഷം ഒരു മെഴുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം ഉണ്ടാക്കി. വഗസറ ഫിഹ 11 ഇബ്രത്തൻ, അങ്ങനെ അതിൽ 100 വഗസറ ഫിഹ 11 ഇബ്രത്തൻ, അതിൽ 11 സൂചികൾ കുത്തി വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? അതും കൂടി ആണ് അവർ സിഹർ ചെയ്തത്. ദഫന ഹാദിൽ അഷ്യായി, കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്തു? കുഴിച്ചു മൂടി. ഫി ബിഇരി ദർവാൻ എന്ന കിണറിൽ ഇതൊക്കെ അവരെന്ത് ചെയ്തു? കുഴിച്ചു മൂടി. ഫഅലമഹുല്ലാഹു തആല ബിദാലിക വബിമഹല്ലിഹി, ഈ ഒരു സംഭവത്തെക്കുറിച്ചും അത് ചെയ്ത സ്ഥലത്തെക്കുറിച്ചൊക്കെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു. ഫനസല ജിബ്രീലു അലൈഹിസ്സലാം, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ബിൽ മുഅവ്വിദത്തൈനി, ഈ പറയപ്പെട്ട മുഅവ്വിദത്തൈനി എന്നുള്ള 2 സൂറത്തുകൾ കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ഏതൊക്കെയാണത്? സൂറത്തുൽ ഫലഖ് വ സൂറത്തുൻ നാസ്, ഈ 2 സൂറത്തുകൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. അപ്പം ഈ 2 സൂറത്തുകൾ ഇറങ്ങാനുണ്ടായ സാഹചര്യം ഇതാണ് കേട്ടോ. വഹുമ 11 ആയത്തൻ, ഇത് രണ്ടും കൂടി 11 ആയത്തുകളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു 11 കെട്ടുകളും 11 സൂചികളും കുത്തിവെച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ അതേ എണ്ണം തന്നെയാണ് ഈ 2 സൂറത്തുകളിൽ നിന്നുള്ള ആയത്തുകളായിട്ടുള്ളത്. അൽ ഫലഖിൽ 5 ആയത്ത്, അന്നാസിൽ 6 ആയത്ത്, അങ്ങനെ 11 ആയത്തുകളാണ് ഈ 2 സൂറത്തുകളിലുള്ളത്. ഫതഅവ്വദ ബിഹിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ കൊണ്ടും എന്ത് ചെയ്തു? അവ 2 കൊണ്ടും കൂടി എന്ത് ചെയ്തു?
കാവൽ തേടി, കാവൽ ചോദിച്ചു. ബി അംരില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം. കാവൽ ചോദിക്കുക എന്ന് പറഞ്ഞാൽ 2 സൂറത്തുകൾ പാരായണം ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളും കാവൽ ചോദിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ സൂറത്തുകൾ പാരായണം ചെയ്യട്ടോ. ഫകുല്ലമ ഖറഅ ആയത്തൻ മിൻഹുമാ ഇൻഹല്ലത്ത് ഉഖദത്തുൻ. അങ്ങനെ ആ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന ഓരോ സമയത്തും, ഓരോ ആയത്തുകളും ഓതുന്ന സമയത്തും ഓരോ കെട്ടുകൾ ഇങ്ങനെ അഴിഞ്ഞു പോയി. വജദ ഖിഫത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശ്വാസം വരികയും ചെയ്തിട്ടോ. ഹത്തൻ ഹല്ലത്ത് ഉഖദത്ത് ഇൻഹല്ലത്തിൽ ഉഖദത്ത് കുല്ലുഹ, മുഴുവൻ കെട്ടുകളും അഴിഞ്ഞു പോകുന്നത് വരെ. ഫകുല്ലമ നസഅ ഇബ്റത്തൻ വജദ ബഅദഹ റാഹ. അങ്ങനെ ഓരോ മെഴുകിൽ സൂചി കുത്തിവെച്ചിരുന്നുണ്ടായില്ല, അങ്ങനെ ഓരോ സൂചിയും മൂരി പോകുന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ റാഹത്ത് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ 11 കെട്ടുകളും 11 സൂചികളൊക്കെ വന്ന് പോയി. ഹത്ത കാമ അന്നഹു നഷിത മിൻ ഇഖാൽ. അങ്ങനെ ഒരു കെട്ടിൽ നിന്ന്, കെട്ടുകാരിൽ നിന്ന് ഊരിവിട്ട പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൂർണ്ണമായ ആശ്വാസം വന്നു. അപ്പോൾ ലബീദ് ഇബ്നു അസം എന്ത് ചെയ്തിരുന്നു? ഈ സിഹിർ ചെയ്തപ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 സൂറത്തുകളെ കൊണ്ട് കാവൽ തേടാൻ അല്ലാഹു തആലയുടെ കൽപ്പന വന്നു. ആ സൂറത്തുകൾ ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് കാവൽ തേടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൂർണ്ണമായ ആശ്വാസം വന്നു. അപ്പോൾ നമുക്കും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ സൂറത്തുകളൊക്കെ എന്ത് ചെയ്യുക, ഈ സൂറത്തുകൾ കൊണ്ട് നമുക്കും കാവൽ തേടാൻ ഈ സൂറത്തുകൾ നമുക്ക് ഉപയോഗിക്കാം. അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല രൂപത്തിൽ വായിച്ച് അർത്ഥം വെച്ച് പഠിച്ച് നോക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും പാഠഭാഗം നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി മദ്രസ ഗൈഡുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധമാണല്ലോ, ആ ബന്ധം നിലനിർത്തുന്നതിന് നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങളൊക്കെ പൊതുപരീക്ഷാ ക്ലാസ്സിൽ പഠിക്കുന്നവരാണെങ്കിൽ നല്ല മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മദ്രസ ഗൈഡിൻ്റെ കീഴിൽ പൊതുപരീക്ഷാ ക്ലാസ്സുകാർക്ക് നമ്മൾ നിരന്തര പരിശീലനം കൊടുക്കുന്നുണ്ട്. ഓരോ പാഠങ്ങളും നല്ലപോലെ വിശദീകരിച്ച് തരികയും ഓരോ പാഠങ്ങളിൽ നിന്നും പരീക്ഷകൾക്കൊക്കെ വരാൻ സാധ്യതയുള്ള മാക്സിമം ചോദ്യങ്ങൾ പറഞ്ഞു തരികയും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കണ്ടെത്തി തരികയും ചെയ്യുന്ന രൂപത്തിൽ നിങ്ങളെ നിരന്തരം പരിശീലിപ്പിക്കുകയും ഓൺലൈൻ പരീക്ഷയിലൂടെയും എഴുത്തു പരീക്ഷയിലൂടെയും നിരന്തരം വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുകയും നിരന്തരം വിദ്യാർത്ഥികളുടെ പഠനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഒരുപാട് മോഡൽ എക്സാമുകളും നടത്തി വിദ്യാർത്ഥികളെ പൊതുപരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുന്ന വളരെ എഫക്റ്റീവായ ഒരു സംവിധാനം മദ്രസ ഗൈഡിൻ്റെ കീഴിൽ നടക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറുകളിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്.